ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 75-ാമത്തെ ഭാഗം നമുക്കിന്ന് ചർച്ച ചെയ്യാം. നമ്മൾ 74-ാമത്തെ ഭാഗമായിരുന്നു കുംഭമേളയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നത്. കുംഭമേളയ്ക്ക് പോകുന്നതിന് മുൻപ്, അതായത് ദക്ഷയാഗം കഴിഞ്ഞ് ഭഗവാൻ ദക്ഷയാഗത്തിൽ ദക്ഷനെ വധിച്ചതിന് ശേഷം വീണ്ടും ആ യാഗം പുനഃക്രമീകരിക്കുന്നതിനും ആ ദക്ഷനെ ജീവൻ കൊടുക്കുന്നതിനും എല്ലാം തയ്യാറാകുന്നു. ഭഗവാന്റെ ആ ഒരു വേദന ശമിപ്പിക്കുവാൻ ദേവന്മാർ ഒത്തുചേർന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കുന്നു. നാരദർക്ക് തത്വജ്ഞാനമൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നു. ശാന്തനായ മഹാശിവനെ കണ്ടതാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത്. അങ്ങനെ ദക്ഷയാഗവും സതീദേവിയുടെ ആ തിരോധാനവും ദേവി സ്വന്തം ആ കുണ്ടലിനി ശക്തിയെ പ്രവർത്തിപ്പിച്ച് ആ യാഗഭൂമിയിൽ ശരീരത്തിൽ നിന്ന് പ്രാണൻ നഷ്ടപ്പെടുത്തി. ആ ശരീരവും താങ്ങിയെടുത്തുകൊണ്ട് രൗദ്രരൂപത്തിൽ ഭഗവാൻ, കാലഭൈരവന്റെ രൂപത്തിൽ ഭഗവാൻ വേദനയോടെ കരഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തിൽ ചേർത്ത് സതീദേവിയെ കൊണ്ട് നടന്നപ്പോൾ അത് കണ്ട് ദുഃഖം സഹിക്കാൻ വയ്യാതെ ശ്രീ വിഷ്ണു ഭഗവാൻ ആ സതീദേവിയുടെ ശരീരം ചക്രായുധം ഉപയോഗിച്ച് 51 കഷ്ണങ്ങളാക്കി അത് നമ്മുടെ ഭാരതത്തിൻ്റെ, അഖണ്ഡ ഭാരതത്തിൻ്റെ പല ദേശങ്ങളിലേക്ക് എത്തുകയും ആ ശരീരഭാഗങ്ങൾ അതെല്ലാമാണ് നമ്മുടെ അഖണ്ഡ ഭാരതത്തിൻ്റെ ശക്തി പീഠങ്ങൾ എന്നറിയപ്പെടുന്നത്. ആ സതീദേവിയുടെ ശരീരഭാഗങ്ങൾ ഓരോന്നോരോന്നായി വന്ന് ഭവിച്ച സ്ഥലങ്ങളാണ്. അത് ഭാരതത്തിലാണ് കൂടുതലുണ്ട്, പാകിസ്ഥാനിലുണ്ട്, ശ്രീലങ്കയിലുണ്ട്, ചൈനയിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, മ്യാൻമറിലുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന ഒരു ഭാഗമാണ് അഖണ്ഡ ഭാരതം, ഭാരതഖണ്ഡം പുരാതന കാലത്തെ. പിന്നീട് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് രാജ്യങ്ങൾ പല പല ചെറിയ പ്രദേശങ്ങളായിട്ട് വേർതിരിഞ്ഞ് പ്രത്യേകം പേരുകൾ ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. അഖണ്ഡ ഭാരതമാണ് ഈ പ്രദേശങ്ങളെല്ലാം. ഇവിടെയൊക്കെയാണ് ദേവിയുടെ ശരീരഭാഗങ്ങൾ ചെന്ന് പതിച്ച സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളെയാണ് നമ്മൾ ശക്തിപീഠങ്ങളായി, അവിടെയെല്ലാം കാവലായിട്ട് കാലഭൈരവൻ ഭഗവാൻ ഇങ്ങനെ നിലകൊള്ളുന്നുമുണ്ട്. ആ ശക്തിപീഠങ്ങളിലെല്ലാം നമ്മൾ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ പാർവതീദേവി വർഷത്തിൽ 12 ദിവസം തിരുവാതിര ദിവസം മുതൽ ഭഗവാനെ ആരാധിക്കുവാൻ വേണ്ടി ദേവി വരുന്ന ക്ഷേത്രമുണ്ട്. അവിടെ സതീദേവിയുടെ പ്രതിഷ്ഠയും സ്ഥാനവുമുണ്ട്. അവിടെയും സതീദേവിയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം വന്ന് പതിച്ച സ്ഥലമാണ് അത്. ഇങ്ങനെയുള്ള ശക്തി പീഠങ്ങളാണ് നമ്മുടെ ഭാരതത്തെ ധാരാളം പേർ ഭാരതധർമ്മം തകർക്കുവാൻ ശ്രമിച്ചിട്ടും ക്ഷേത്രങ്ങൾ എല്ലാം തച്ചുടച്ച് കളഞ്ഞിട്ടും ശക്തിപീഠങ്ങളാണ് നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകം നിലനിർത്തിയിരുന്നത് ഇന്നോളം. ആർക്കും തകർക്കാൻ പറ്റാത്ത ആത്മീയ പൈതൃകത്തിൻ്റെ ഉറവിടമാണ്, മടിത്തട്ടാണ്, മാതൃത്വമാണ് ഭാരതം. അപ്പോൾ നമുക്ക് ആ ദക്ഷയാഗത്തിന് ശേഷമുള്ള ഭാഗമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതായത് ധ്രുവചരിതം. ഇനി അങ്ങോട്ട് ധ്രുവന്റെ ഭക്തി. നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ വളരെയധികം പ്രഹ്ലാദചരിതവും ധ്രുവചരിതവും ഒക്കെ നമുക്ക് ഭഗവാനോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുവാനും ആ ഭക്തിയുടെ ആനന്ദത്തിൽ ആറാടുവാനും ഒക്കെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ ഇനിയും കടന്നു പോകുന്നത്. ധ്രുവചരിതമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ മൈത്രേയ മഹർഷി വിദുരനോട് പറയുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം. അതെല്ലാം ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മൈത്രേയ മഹർഷി വിദുരനോട് പറയുകയാണ്, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ, നാരദൻ, ഋതു, ഹംസൻ, അരുണി, യതി എന്നിവർ ബ്രഹ്മദേവന്റെ പുത്രന്മാരാണ്. ഈ 9 പേരും ഗൃഹസ്ഥ ജീവിതം സ്വീകരിക്കുകയുണ്ടായില്ല. അവർ നൈഷ്ഠിക ബ്രഹ്മചാരികളാണ്. അവർ ജനിക്കുമ്പോൾ തന്നെ ആ ബ്രഹ്മത്തെ അറിഞ്ഞവരാണ്. അപ്പോൾ അവരെന്നും കുട്ടികളെ പോലെയുള്ള നിഷ്കളങ്കമായ മനസ്സിനുടമകളാണ്.
ആ ഈശ്വരന്റെ അതേ ഭാവത്തിൽ ജനിച്ചവരാണ് ആ 9 പേരും. ഇനിയും അധർമ്മ സൃഷ്ടിയെക്കുറിച്ചും പറയാം. ബ്രഹ്മദേവന്റെ ധാർമ്മികമായിട്ടുള്ള സൃഷ്ടികളാണ് ഈ 9 പേര്. ഇനി അധർമ്മ സൃഷ്ടികളെ കുറിച്ചുള്ളതും കൂടി നമ്മൾ അറിയണം. അധർമ്മത്തിന്റെ ഭാര്യയാണ് മൃഷ. മൃഷ എന്നാണ് അധർമ്മത്തിന്റെ ഭാര്യയുടെ പേര്. അവൾ ദംഭൻ എന്ന പുത്രനെയും, ഡംഭ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഡംഭൻ എന്ന പുത്രനെയും മായ എന്ന പുത്രിയെയും പ്രസവിച്ചു. സന്താനമില്ലാതിരുന്ന നിര്യതി ഈ 2 കുട്ടികളെയും ദത്തെടുത്തു. അവർ വളർന്നു വന്നപ്പോഴോ അവർ പരസ്പരം ദമ്പതിമാരായി തീരുകയാണ് ചെയ്തത്. കാരണം എന്താണ്? അധർമ്മത്തിന്റെ സന്തതികളാണത്, അധർമ്മ പരമ്പരയാണ്. അപ്പോൾ ധർമ്മമല്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക്, അതായത് ഈ നിര്യതി എടുത്തുകൊണ്ട് പോയ കുട്ടികളെ, ദംഭനെയും മായയെയും, അവർ വളർന്നപ്പോൾ അവർ വിവാഹിതരായി. അവർക്ക് 2 കുട്ടികൾ വീണ്ടും ഉണ്ടായി. ലോഭം എന്ന പുത്രനും നികൃതി എന്ന പുത്രിയും ഉണ്ടായി. അവരും യൗവനയുക്തരായപ്പോൾ പരസ്പരം വിവാഹം കഴിച്ചു. അവരുടെ പുത്രൻ ക്രോധവും പുത്രി ഹിംസയുമാണ്. അവരും യഥാകാലം ദമ്പതികളായി തീർന്നു. അവർക്ക് ഒരു പുത്രനും ഒരു പുത്രിയും ജനിച്ചു. പുത്രന്റെ പേരാണ് കലി, പുത്രിയുടെ പേര് ദുരുക്തി. ഈ കലി ദുരുക്തിയെ വിവാഹം ചെയ്തു. കലിക്ക് ദുരുക്തിയിൽ ഭയൻ എന്ന പുത്രനും മൃത്യു എന്ന പുത്രിയും ഉണ്ടായി. ഭയനും മൃത്യുവും ദമ്പതികളായി തീർന്നു. അവരുടെ സന്തതികളായിരുന്നു യാതന എന്ന പുത്രിയും നിരയം എന്ന പുത്രനും. അപ്പോൾ ഈ യാതനയും ക്രോധവും അധർമ്മവും എല്ലാം ഇങ്ങനെയുള്ള ഈ പേരുകൾ തന്നെ അതാത് അവസ്ഥകൾ പ്രകൃതിയിലേക്ക് കൊണ്ടുവരുന്ന തലമുറകളായിരുന്നു അവർ. വംശവർദ്ധനവിന് വേണ്ടി ബ്രഹ്മദേവൻ പ്രജാപതികളെ സൃഷ്ടിക്കുമ്പോൾ അധർമ്മ പ്രജാപതികളായിട്ട് മാറിയവരാണ് ഈ പറഞ്ഞ വിഭാഗം, അധർമ്മത്തിന്റെ പരമ്പര. അപ്പോൾ അവരിൽ നിന്നുണ്ടായത് നമ്മുടെ മാനവരാശിക്ക് അല്ലെങ്കിൽ ലോകത്തിന് വിനാശകരമായിട്ടുള്ള ആ ഒരു ചിന്തകൾ മനുഷ്യ മനസ്സുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഭാവങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ പ്രകൃതിയിൽ തിന്മയും നന്മയും കൂടി കൂട്ടിമുട്ടാൻ കാരണമായത്. അല്ലയോ വിതുര, അധർമ്മത്തിന്റെ സന്തതി പരമ്പരകളെ ഞാൻ ചുരുക്കി പറഞ്ഞു തന്നു കഴിഞ്ഞു. അധർമ്മത്തിന്റെ ഈ വംശവർണ്ണന 3 പ്രാവശ്യം കേട്ടാൽ തന്നെ അധർമ്മത്തെ വർജിക്കുവാനും മനസ്സിന്റെ മാലിന്യം അകറ്റുവാനും കേൾക്കുന്ന ഏതൊരു ഭക്തനും കഴിയും. ഇനിയും പരമ കീർത്തിമാനായ സ്വയംഭൂ മനുവിൻ്റെ വംശത്തെക്കുറിച്ച് പറയാം. നമ്മൾ ആ സ്വയംഭൂ മനുവിനും ശതരൂപ എന്ന പത്നിയിൽ ഉണ്ടായ കുട്ടികളെക്കുറിച്ചായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് വിവരിച്ചിരുന്നത്. ആകൂതി, ദേവഹൂതി, പ്രസൂതി. കർദമ പ്രജാപതിക്കും ദേവഹൂതിക്കും ഉണ്ടായ മകനും പിന്നെ പെൺകുട്ടികളെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായി കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം വിവരിച്ചിട്ടുണ്ട്. കപില വാസുദേവൻ കർദമനും ദേവഹൂതിക്കും ഉണ്ടായ മകനാണ്. ഭഗവാൻ സാഖ്യയോഗത്തെ മാനവരാശിക്ക് വിളംബരം ചെയ്ത ആളാണ് ഭഗവാൻ കപില വാസുദേവൻ എന്ന പേരിൽ അവരുടെ മകനായി ജനിച്ചത്. അതൊക്കെ ഒത്തിരി വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനിയും ഈ 3 പെൺകുട്ടികൾ കൂടാതെ സ്വയംഭൂ മനുവാണ് ബ്രഹ്മദേവൻ പ്രജാസൃഷ്ടിക്ക് വേണ്ടിയിട്ട് തന്റെ ശരീരത്തെ 2ആയി തിരിച്ചു. കായം എന്ന പേരിൽ സ്വയംഭൂ മനുവും ശതരൂപയും. അങ്ങനെയാണ് ഒരു സ്ത്രീ പുരുഷ ആ ഒരു സ്ട്രക്ചർ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായത്. അതിൽ നിന്നാണ് പിന്നീട് ഈ സന്തതി പരമ്പരകൾ ഉണ്ടായത്. ആദ്യം സൃഷ്ടിച്ച 9 മക്കൾ മാനസപുത്രന്മാരായ 9 മക്കളും അവർ ജന്മനാ തന്നെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരായിരുന്നു എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ബ്രഹ്മദേവന്റെ ആ 9 മക്കളും അവര് ബ്രഹ്മചാരികളായിരുന്നു, നൈഷ്ഠിക ബ്രഹ്മചാരികളായിരുന്നു. സനകാദികളും നാരദരും എല്ലാവരും. അപ്പോൾ പ്രജകളെ സൃഷ്ടിക്കാൻ വേണ്ടി പിന്നെ സൃഷ്ടിച്ചതാണ് ഈ ദേവഹൂതിയുടെയും പ്രസൂതിയുടെയൊക്കെ അച്ഛനും അമ്മയും ആയ സ്വയംഭൂ മനുവിനും ശതരൂപയ്ക്കും ഉണ്ടായത്. അവരിൽ നിന്നാണ് പിന്നീട് എല്ലാം
പുരുഷവർഗവും സ്ത്രീവർഗവും ഉണ്ടായത്. അപ്പോൾ ഈ 3 പെൺകുട്ടികൾ കൂടാതെ ഇവർക്ക് 2 പുത്രന്മാരും കൂടി ഉണ്ടായിരുന്നു. അത് പ്രിയവ്രതനും ഉത്താനപാദനും എന്നിങ്ങനെ 2 മക്കളുണ്ടെന്ന് മുൻപ് നാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഉത്താനപാദന് 2 പത്നിമാരുണ്ടായിരുന്നു. അത് സുനീതിയും സുരുചിയും എന്ന 2 പത്നിമാരായിരുന്നു ഉത്താനപാദന്റെ ഭാര്യമാര്. ഉത്താനപാദൻ സ്വയംഭൂ മനുവിന്റെ മകനായിരുന്നു. ഈ 2 പത്നിമാരിൽ സുനീതി സൽഗുണസമ്പന്നയായിരുന്നു. സുരുചിയാകട്ടെ അതിസുന്ദരിയുമായിരുന്നു. രാജാവിന് സുരുചിയോടായിരുന്നു കൂടുതൽ ഇഷ്ടം. അവളുടെ സൗന്ദര്യവും യൗവനവും ഒക്കെ കൊണ്ട് കൂടുതൽ ഇഷ്ടം തോന്നിയത് അവളോടാണ്. 2 രാജ്ഞിമാർക്കും ഓരോരോ പുത്രന്മാരുണ്ടായി. സുനീതിയുടെ മകൻ ധ്രുവനും സുരുചിയുടെ മകൻ ഉത്തമനും. 2 കുട്ടികൾക്കും ഏതാണ്ട് തുല്യപ്രായം തന്നെയായിരുന്നു. ധ്രുവൻ കുറച്ച് ദിവസങ്ങൾക്ക് മൂപ്പുള്ളവനായിരുന്നു ഈ ഉത്തമനേക്കാൾ. കുട്ടികൾക്ക് 5 വയസ്സ് പ്രായമായിട്ടുള്ള ആ ഒരു കാലത്ത് ഒരു ദിവസം ഉത്താനപാദൻ സിംഹാസനത്തിലിരുന്നു കൊണ്ട് ഉത്തമനെ എടുത്ത് മടിയിൽ വെച്ച് ലാളിക്കുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ ധ്രുവനും അച്ഛന്റെ മടിയിലിരിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അച്ഛന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു. 5 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. അപ്പോൾ തന്റെ അനുജനെ മടിയിൽ വെച്ചപ്പോൾ മൂത്ത കുട്ടിക്കും അച്ഛന്റെ കൂടെ കയറിയിരിക്കണമെന്നൊരു ആഗ്രഹം. ധ്രുവനെ താൻ ലാളിക്കുന്നത് സുരുചിക്ക് ഇഷ്ടമല്ല. അതിനാൽ രാജാവ് എന്ത് ചെയ്തു? ധ്രുവനെ മടിയിൽ എടുത്തു വെച്ചില്ല. ധ്രുവൻ അച്ഛന്റെ മടിത്തട്ടിലേക്ക് കയറാൻ ശ്രമിച്ചു. അത് കണ്ട സുരുചി ഗർവോടെ അഹന്തയോടെ പറയുകയാണ്, ഉണ്ണി, നിനക്ക് രാജാവിന്റെ മടിയിൽ കയറി ഇരിക്കാൻ തക്ക യോഗ്യതയൊന്നുമില്ല. നീ രാജകുമാരനാണെങ്കിലും എന്റെ മകനായിട്ടല്ലല്ലോ നീ ജനിച്ചത്. രാജാവിന്റെ മടിയിലും സിംഹാസനത്തിലുമൊക്കെ ഇരിക്കുവാനുള്ള അധികാരം എന്റെ മകന് മാത്രമേ ഉള്ളൂ. നീ കൊച്ചു കുഞ്ഞായതുകൊണ്ട് ഈ വിവരം അറിയാത്തതാണ്. രാജാവിന്റെ മടിയിലോ സിംഹാസനത്തിലോ ഇരിക്കണമെന്ന നിന്റെ ആഗ്രഹം ഒരിക്കലും സഫലമായി തീരാൻ പോകുന്നില്ല. രാജാവിന്റെ മടിയിലോ സിംഹാസനത്തിലോ നീ ഇരിക്കണമെങ്കിൽ നീ വേഗം പോയി തപസ് ചെയ്യൂ. ഭഗവാനെ പ്രത്യക്ഷമാക്കി എന്റെ മകനായി ജനിക്കുവാനുള്ള വരം വാങ്ങിക്കൂ. ഇങ്ങനെയൊക്കെ ഈ ചെറിയമ്മ കുഞ്ഞിനോട് പറയുകയാണ്. അങ്ങനെ കഠിനമായി കുഞ്ഞിനെ അധിക്ഷേപിക്കുന്നു. അച്ഛനാണെങ്കിലോ ഒന്നും മിണ്ടുന്നുമില്ല. സങ്കടം താങ്ങാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ധ്രുവൻ അമ്മയുടെ സമീപത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. ദീർഘശ്വാസം വിട്ടും ചുണ്ടുകൾ വിറച്ചും തേങ്ങിക്കരയുന്ന തന്റെ പുത്രനെ സുനീതി എടുത്ത് മടിയിൽ വെച്ച്, എന്തിനാണ് മക്കളെ കരയുന്നത് എന്ന് പരിഭ്രമത്തോടെ ചോദിച്ചുകൊണ്ട് കുഞ്ഞിന്റെ കവിളൊക്കെ തുടച്ചു കൊടുത്തു. സങ്കടം കൊണ്ട് ധ്രുവന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അന്തപുരത്തിലെ ദാസിമാരാണ് സുരുചിയുടെ അധിക്ഷേപ വാക്കുകളെ സുനീതിയെ അറിയിച്ചത് തന്നെ. അത് കേട്ടതോടെ ധൈര്യം മുഴുവൻ ചോർന്നുപോയ സുനീതി ദീനദീനം കരഞ്ഞു. എത്ര നേരം കരഞ്ഞിട്ടും ദുഃഖത്തിന് അവസാനം കാണാതെ ആ പാവം സ്ത്രീ ദീർഘനിശ്വാസത്തോടെ മകനോട് പറയുകയാണ്, കുഞ്ഞേ, നീ ഒരിക്കലും മറ്റുള്ളവരിൽ കുറ്റം കാണരുത്. എല്ലാവരും അവരവരുടെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത്. നീ ഇപ്പോൾ കരയുന്നത് നിന്റെ പൂർവ്വ കർമ്മഫലമാണ്. രാജാവിന്റെ മടിയിലിരിക്കുവാൻ നിനക്ക് അർഹതയില്ല എന്ന് സുരുചി പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാണ്. എന്റെ മകനായല്ലേ നീ ജനിച്ചത്? നിർഭാഗ്യവതിയായ എന്റെ പാൽ കുടിച്ചല്ലേ നീ വളർന്നത്? മഹാരാജാവ് എന്നെ പത്നിയായി കാണാൻ പോലും തയ്യാറാവുന്നില്ല. ചെറിയമ്മ വിദ്വേഷത്തോടെയാണ് പറഞ്ഞതെങ്കിലും അതിൽ വലിയൊരു കാര്യമുണ്ട് മോനെ. ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ആരാധിക്കാൻ സുരുചി പറഞ്ഞില്ലേ, അത് സ്വീകരിക്കൂ. എന്നാൽ ഉത്തമനെ പോലെ നിനക്കും രാജാവിന്റെ മടിയിലും സിംഹാസനത്തിലും ഇരിക്കുവാൻ കഴിയും. അതിനാൽ ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ തീരുമാനിച്ചെഴുന്നേൽക്കൂ. നിന്റെ മുത്തശ്ശന്റെയും പിതാവായ ബ്രഹ്മദേവന് ബ്രഹ്മാണ്ഡത്തിൽ വെച്ച് ശ്രേഷ്ഠമായ ബ്രഹ്മപദവി ലഭിച്ചത് ഭഗവാനെ വളരെക്കാലം തപസ്സുകൊണ്ട് ആരാധിച്ചതിനാലാണ്. നിന്റെ പിതാമഹനായ സ്വയംഭൂ മനുവിന് മന്വന്തര ആധിപത്യം കിട്ടിയതും അസംഖ്യം യജ്ഞങ്ങളെ കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചതിനാലാണ്. അതിനാൽ മകനെ, ഭക്തവത്സലനായ ഭഗവാനെ ആരാധിക്കൂ.
സംസാര ബന്ധത്തിൽ നിന്നുള്ള മോചനത്തെ ആഗ്രഹിക്കുന്നവർ പോലും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ പാതാരവിന്ദങ്ങളിൽ കൂടിയാണ് ആ മഹാപ്രഭു ഭഗവാനെ ആരാധിക്കുവാനുള്ള എളുപ്പവഴി അമ്മ നിനക്ക് പറഞ്ഞു തരാം. മറ്റ് സകല ചിന്തകളും അകറ്റി ശുദ്ധമായി തീർന്ന മനസ്സിൽ ഭഗവാനെ ദൃഢമായി ധ്യാനിച്ചുകൊണ്ട് ഭജിക്കൂ. ഭഗവാൻ ഒഴികെ നിന്റെ ദുഃഖത്തെ തീർക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല. എല്ലാവരും ധനദേവതയായ ലക്ഷ്മി ഭഗവതിയെ ആശ്രയിച്ച് കഴിയുന്നു. എന്നാൽ ആ ലക്ഷ്മി ദേവി പോലും ഭഗവാനെ സർവാത്മന ആശ്രയിച്ചവളാണ്. ഇങ്ങനെ അമ്മ പറഞ്ഞ സാന്ത്വന വാക്കുകൾ കേട്ട ധ്രുവൻ അമ്മയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. തപസ്സിനായി കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി. തപസ് ചെയ്യുവാനുള്ള ആ പിഞ്ചു ബാലന്റെ കൈമുതൽ നിഷ്കളങ്കമായ ഹൃദയവും അമ്മയുടെ അനുഗ്രഹവും മാത്രമാണ്. ധ്രുവൻ തപസ്സിന് പുറപ്പെട്ട വിവരം നാരദ മഹർഷി അറിഞ്ഞു. അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നി. മഹർഷി സ്വയം പറഞ്ഞു, അഭിമാനക്ഷയത്തെ പൊറുക്കുവാൻ കഴിയാത്ത ക്ഷത്രിയരുടെ തേജസ് ആശ്ചര്യം തന്നെ. കുഞ്ഞാണെങ്കിൽ പോലും ഇവൻ ചെറിയമ്മയുടെ ദുർവാക്കുകളെ സഹിക്കുന്നില്ല. നാരദ മഹർഷി ഇങ്ങനെ ചിന്തിച്ച് ധ്രുവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. സകലവിധ പാപങ്ങളും നശിപ്പിക്കുന്ന കൈ ധ്രുവന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് മഹർഷി, കുഞ്ഞേ, നീ കളിപ്രായത്തിലുള്ള കൊച്ചുകുട്ടിയല്ലേ? അപമാനത്തെയും ബഹുമാനത്തെയും തിരിച്ചറിയാത്ത പ്രായത്തിലുള്ളവനല്ലേ? തിരിച്ചറിയാൻ കഴിവ് ഉണ്ടായെങ്കിൽ പോലും അതിൽ ആവലാതിപ്പെട്ടതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദുഃഖത്തിന് കാരണം അവനവന്റെ മനസ്സാണ്. എല്ലാവരും സ്വന്തം കർമ്മഫലമാണ് അനുഭവിക്കുന്നത്. അതിനാൽ കുഞ്ഞെ, ബുദ്ധിമാനായ മനുഷ്യൻ ഈശ്വര സങ്കല്പത്തെ കണ്ടറിഞ്ഞ് ഈശ്വരേച്ഛ അനുസരിച്ച് വന്നു ചേരുന്ന അനുഭവങ്ങളെ കൊണ്ട് അവ ദുഃഖമായാലും സുഖമായാലും സന്തോഷിക്കണം. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, അമ്മ നിനക്ക് പറഞ്ഞു തന്ന വഴി അത്ര എളുപ്പമുള്ളതല്ല. യോഗത്തിലൂടെ ഭഗവാനെ ആരാധിച്ച് പ്രീതിപ്പെടുത്തുവാൻ വളരെ വിഷമമുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. മഹർഷിമാർ നിസ്സംഗരായി ജീവിച്ചുകൊണ്ട് വളരെ കാലം യോഗവും സമാധിയും അഭ്യസിച്ചിട്ടും ഭഗവാനെ പരമാർത്ഥത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ നിന്റെ ഈ നിർബന്ധ ബുദ്ധി ഉപേക്ഷിക്കൂ. അരമനയിലേക്ക് നീ തിരിച്ചു പോകൂ. കുറച്ചുകൂടി പ്രായമായ ശേഷം തപസ്സിന് ശ്രമിക്കാം. അതാണ് ഉചിതം. തനിക്ക് വന്നു ചേരുന്ന സുഖദുഃഖങ്ങളെ ഈശ്വരേച്ഛയായി കണ്ട് സന്തുഷ്ടനായി ജീവിച്ചാൽ അജ്ഞാനത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കുവാൻ കഴിയും. നമ്മേക്കാൾ ശ്രേഷ്ഠരിൽ സന്തോഷവും താഴ്ന്നവരിൽ അനുകമ്പയും തുല്യരിൽ സ്നേഹവും വെച്ച് പുലർത്താൻ ശ്രമിക്കൂ. എന്നാൽ യാതൊരു ദുഃഖവും നിന്നെ ബാധിക്കുകയില്ല. ഇതൊക്കെ നാരദ മഹർഷി കുഞ്ഞിനെ തടഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ധ്രുവൻ മറുപടി പറയുകയാണ്, സുഖദുഃഖങ്ങളിൽ എപ്പോഴും ബാധിക്കപ്പെട്ടുകൊണ്ട് കഴിയുന്ന ജീവന്മാർക്ക് സുഖകരമായ ശാന്തി മാർഗം ദയാലുവായി അങ്ങ് ഉപദേശിച്ചു തന്നു. പക്ഷേ സുരുചി അമ്മയുടെ ദുർവാക്കുകളാൽ വ്രണപ്പെട്ട എൻ്റെ ഹൃദയം ഒരു വിധത്തിലും ശാന്തമായി തീരുന്നില്ല മഹർഷി. ഞാൻ ക്ഷത്രിയ സ്വഭാവിയല്ലേ, രജോ ഗുണപ്രധാനിയല്ലേ. അതിനാൽ മനസ്സ് ശാന്തമാക്കി അടക്കൽ എനിക്ക് പ്രായോഗികമായി തീരുന്നില്ല. എൻ്റെ അച്ഛനോ പിതാമഹനോ മറ്റാർക്കുമോ പോലും ലഭിച്ചിട്ടില്ലാത്ത ഉത്കൃഷ്ട സ്ഥാനത്തെ പ്രാപിച്ചാൽ കൊള്ളാമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള വഴി അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ. അങ്ങ് ബ്രഹ്മദേവന്റെ മാനസപുത്രനല്ലേ? വീണയും മീട്ടിക്കൊണ്ട് ലോകത്തിന്റെ ക്ഷേമത്തിനായി സഞ്ചരിക്കുന്നവനല്ലേ? പരമദയാലുവല്ലേ? സൂര്യൻ ഇരുട്ടിനെ എന്ന പോലെ തന്നെ സമീപിക്കുന്നവരുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റുന്നവനല്ലേ അങ്ങ്? ഇങ്ങനെയൊക്കെ കുഞ്ഞു വായിൽ വലിയ വലിയ വാക്കുകളാണ് ധ്രുവൻ നാരദ മഹർഷിയോട് പറയുന്നത്. ഇത് കേട്ടപ്പോൾ നാരദ മഹർഷിക്ക് സന്തോഷം തോന്നി. വെറും 5 വയസ്സ് പ്രായം മാത്രമുള്ള ഈ ബാലന് ഭഗവത് സാക്ഷാത്കാരത്തിൽ ഇത്രയും തീവ്രതയുണ്ടല്ലോ എന്ന വിചാരമാണ് മഹർഷിയെ അത്ഭുതപ്പെടുത്തിയത്. ധ്രുവ, നിന്റെ അമ്മ പറഞ്ഞു തന്ന വഴി തന്നെയാണ് നിനക്ക് ശ്രേയസ്സിന് ഉചിതമായത്.
ഭഗവാൻ വാസുദേവനെ ഭക്തിപൂർവം ഭജിക്കൂ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങളിൽ ഏതിനു വേണ്ടിയാണെങ്കിലും ഭഗവാന്റെ പാദസേവയാണ് എളുപ്പമാർഗം. അതിനാൽ അല്ലയോ കുഞ്ഞേ, ഞാൻ നിനക്ക് നന്മ നേരുന്നു. ഈ വഴിയിലൂടെ കുറച്ചു ദൂരം മുന്നോട്ടു പോയാൽ പുണ്യനദിയായ യമുനയെ കാണാം. അതിൻ്റെ തീരത്താണ് മധുവനം. അവിടെ ഭഗവാന്റെ നിത്യ സാന്നിധ്യമുണ്ട്. ദിവസേന യമുനയിൽ സ്നാനം ചെയ്ത് നിത്യകർമ്മ അനുഷ്ഠാനങ്ങൾക്ക് ശേഷം ഒരു ഇരിപ്പിടത്തിൽ നീണ്ടു നിവർന്നിരിക്കണം. പൂരകം, കുംഭകം, രേചകം എന്നീ 3 രൂപത്തിലുള്ള പ്രാണായാമം കൊണ്ട് പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയുടെ ചാഞ്ചല്യത്തെ അകറ്റാൻ കഴിയും. അതിനുശേഷം ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കുക. പ്രസന്നമായ മുഖം, കാരുണ്യ കടാക്ഷം, സുന്ദരമായ നാസിക, ഭംഗിയുള്ള കവിൾത്തടങ്ങൾ, യൗവനാരംഭ പ്രായം, ചുവന്ന ചുണ്ടുകൾ, ഇങ്ങനെ സർവാംഗ സുന്ദരങ്ങളായ അവയവങ്ങളോട് കൂടിയവനും നമസ്കരിക്കുന്നവർക്ക് ആശ്രയീഭൂതനുമാണ് ഭഗവാൻ. ശ്രീവത്സം എന്ന മറുക്, മേഘവർണം, വനമാല ഇവയോടു കൂടിയവനും ശംഖ്, ചക്ര, ഗദാപത്മങ്ങൾ ധരിച്ച 4 തൃക്കൈകളോട് കൂടിയവനുമാണ് ഭഗവാൻ. കിരീടം, കുണ്ടലങ്ങൾ, തോൾവളകൾ, വളകൾ എന്നീ ആഭരണങ്ങൾ അണിഞ്ഞവനും കഴുത്തിൽ കൗസ്തുഭരത്നം ധരിച്ചവനുമാണ് ഭഗവാൻ. മഞ്ഞപ്പട്ടുടുത്ത് അതിനുമേലെ അരഞ്ഞാണ് അണിഞ്ഞവനും സ്വർണം തളകൾ ധരിച്ച പാദപത്മങ്ങളോടു കൂടിയവനും എത്ര കണ്ടാലും മതിവരാത്ത സൗന്ദര്യത്തോടു കൂടിയവനുമാണ് ഭഗവാൻ. രത്നങ്ങളെപ്പോലെ ശോഭിക്കുന്ന നഖങ്ങളോടു കൂടിയ പാതാരവിന്ദങ്ങൾ കൊണ്ട് ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഓടി വന്ന് ദർശനം നൽകുന്നവനാണ് ഭഗവാൻ. നമ്മളെ നോക്കി പുഞ്ചിരി കൊണ്ടും കാരുണ്യ കടാക്ഷം വർഷിച്ചുകൊണ്ടും നിൽക്കുന്നവനാണ് അദ്ദേഹം. അപ്രകാരമുള്ള ഭഗവാനെ ഏകാഗ്രമായ മനസ്സുകൊണ്ട് ധ്യാനിച്ച് ഇരിക്കുക. ഇങ്ങനെ ധ്യാനിക്കുകയാണെങ്കിൽ മനസ്സിൽ നിർവൃതി അനുഭവപ്പെടും. ആ മനസ്സ് പിന്നെ ഒരിക്കലും ഭഗവാനിൽ നിന്ന് വിട്ടുപോകില്ല. അങ്ങനെ ധ്യാനിക്കുമ്പോൾ ജപിക്കാനായി ഞാൻ നിനക്ക് ഒരു ഉത്കൃഷ്ട മന്ത്രവും പറഞ്ഞു തരാം. ഇതിനെ ശ്രദ്ധയോടെ ജപിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദേവന്മാരെ പ്രത്യക്ഷമായി കാണാൻ കഴിയും. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നതാണ് ഈ മന്ത്രം. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് കുറച്ചു കാലം ഭഗവാനെ പൂജിക്കൂ. പിന്നീട് മനഃശുദ്ധി വന്നാൽ ഭഗവാനെ സ്വന്തം ഹൃദയത്തിൽ ധ്യാനിക്കുകയും ചെയ്യാം. ശുദ്ധജലം, വനത്തിലെ പുഷ്പങ്ങൾ, മാലകൾ, ഫലമൂലങ്ങൾ, കറുക, തുളസി എന്നിവ കൊണ്ട് മഹാപ്രഭുവായ ഭഗവാനെ പൂജിക്കണം. ശിലാവിഗ്രഹത്തിലോ നിലത്തോ ജലത്തിലോ മറ്റേതെങ്കിലും സ്ഥാനത്തോ പൂജിക്കാം. ചിത്തത്തെ അടക്കണം. താൻ ആത്മാവാണെന്ന് വിചാരം ചെയ്തുകൊണ്ടേയിരിക്കണം. ശാന്തനും മൗനം അവലംബിക്കുന്നവനും മിതമായ വന്യഭോജനം, അതായത് ഫലമൂലങ്ങൾ മാത്രം കഴിക്കുന്നവനും ആയിരിക്കണം. ഭഗവാൻ യോഗമായയെ അവലംബിച്ച് അവതാരങ്ങളിലൂടെ പല പല ലീലകളും ചെയ്യാറുണ്ടല്ലോ. അവയെല്ലാം ധ്യാനിക്കണം. മുകളിൽ പറഞ്ഞ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം പൂജാദികൾ ചെയ്യാൻ. സ്വന്തം ഹൃദയത്തിൽ വിളങ്ങുന്ന ഭഗവാനെ ശരീരം, വാക്ക്, മനസ്സ് എന്നിവ കൊണ്ട് ഭക്തിപൂർവം ജപിക്കണം. ഇങ്ങനെ ഭഗവാനെ നിഷ്കപടമായി സേവിച്ചാൽ ആഗ്രഹിക്കുന്ന എന്തും കിട്ടും. വിഷയങ്ങളിൽ വിരക്തിയുണ്ടെങ്കിൽ ഭഗവാനെ നിഷ്കാമമായി ഭജിക്കുക. എന്നാൽ മോക്ഷപ്രാപ്തിയും സാധിക്കും. ഇങ്ങനെ ഉപദേശിച്ച നാരദ മഹർഷിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ധ്രുവൻ തപസ്സിനായി മധുവനത്തിലേക്ക് പോയി. നാരദ മഹർഷി നേരെ ഉത്താനപാദ മഹാരാജാവിന്റെ അരമനയിലേക്കാണ് ചെന്നത്. രാജാവ് മഹർഷിയെ പൂജിച്ച് സൽക്കരിച്ചിരുത്തി. നാരദ മഹർഷി ചോദിച്ചു, അല്ലയോ രാജാവേ,
അങ്ങയുടെ മുഖം മ്ലാനമായി കാണുന്നു. എന്തോ വലിയ ചതിയിൽ മുഴുകിയവനെ പോലെ അങ്ങ് കാണപ്പെടുന്നല്ലോ. അങ്ങയുടെ ധർമാർത്ഥ കാമ വികാരമാകുന്ന പുരുഷാർത്ഥങ്ങൾക്ക് വല്ല ഹാനിയും സംഭവിച്ചിട്ടുണ്ടോ? ഉത്താനപാദന് മറുപടി പറയുവാൻ തന്നെ വളരെ വിഷമമായിരുന്നു. സ്ത്രീജിതനും കാരുണ്യമില്ലാത്തവനുമായ എന്റെ ഹൃദയശൂന്യത കാരണം എന്റെ മകനായ ധ്രുവൻ കാട്ടിലേക്ക് പോയി. മഹാമുനെ, അനാഥനായ ആ കുഞ്ഞ് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് ക്ഷീണിച്ച് വല്ല പാറപ്പുറത്തും കിടന്നുറങ്ങുമ്പോൾ അവനെ ചെന്നായോ മറ്റു വല്ല കാട്ടുമൃഗങ്ങളോ തിന്നെങ്കിലോ എന്ന ചിന്തയാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത്. സുരുചിക്ക് അടിമയായി തീർന്ന എൻ്റെ ദുഷ്ടബുദ്ധി, എത്ര പാപമാണ് ഞാൻ ചെയ്തത്. ആ ദുഷ്ടബുദ്ധി കാരണം എൻ്റെ മടിയിലിരുന്ന് ലാളനെ അനുഭവിക്കുവാൻ വന്ന ആ പിഞ്ചു കുഞ്ഞിനെ മടിയിലെടുത്ത് വയ്ക്കാൻ ഒക്കാത്ത വിധം മനുഷ്യത്വം പോലും എനിക്കുണ്ടായില്ലല്ലോ ഭഗവാനെ. നാരദ മഹർഷി രാജാവിനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ മകൻ ഇപ്പോൾ ഭഗവാന്റെ പരിപൂർണ സംരക്ഷണത്തിലാണ്. ആ കുട്ടിയെപ്പറ്റി അങ്ങ് വിഷമിക്കേണ്ട. അവന്റെ കീർത്തി ലോകം മുഴുവൻ നിറയാൻ പോവുകയാണ്. ലോകപാലന്മാരായ ദേവന്മാർക്കു പോലും സാധിക്കാത്ത കർമ്മത്തിലൂടെ അങ്ങയുടെ കീർത്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ചില മാസങ്ങൾക്കുള്ളിൽ ധ്രുവൻ മടങ്ങി വരും. ഇങ്ങനെ രാജാവിനെ സമാശ്വസിപ്പിച്ച് നാരദ മഹർഷി യാത്ര പറഞ്ഞു പോയി. ഉത്താനപാദ മഹാരാജാവ് രാജ്യ ഐശ്വര്യത്തെപ്പറ്റി പോലും ചിന്തിക്കാതെ ധ്രുവനെ തന്നെ നിരന്തരം വിചാരിച്ചുകൊണ്ടിരുന്നു. മധുവനത്തിലേക്ക് പോയ ധ്രുവൻ യമുനയിൽ സ്നാനം ചെയ്ത് അന്നത്തെ ദിവസം ഉപവാസമായി കഴിഞ്ഞു. അടുത്ത ദിവസം മുതൽ നാരദ മഹർഷി പറഞ്ഞുകൊടുത്ത പ്രകാരം ഭഗവാനെ പൂജിക്കാൻ ആരംഭിച്ചു. 3 ദിവസത്തിലൊരിക്കൽ കാട്ടിലെ പഴങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ആദ്യത്തെ മാസത്തിൽ ധ്രുവൻ ഭഗവാനെ ഭക്തിയോടെ പൂജിച്ചു. 2ാമത്തെ മാസത്തിൽ 6 ദിവസത്തിലൊരിക്കൽ ഉണങ്ങി വീണ ഇലകളും പുല്ലും മാത്രം ഭക്ഷിച്ചുകൊണ്ടാണ് ഭഗവാനെ ആരാധിച്ചത്. 3ാം മാസമായപ്പോൾ 9 ദിവസത്തിലൊരിക്കൽ കുറച്ച് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഭഗവാനെ സമാധിയിലൂടെ ആരാധിക്കാൻ തുടങ്ങി. 4ാമത്തെ മാസത്തിൽ 12 ദിവസത്തിലൊരിക്കൽ 1 പ്രാവശ്യം മാത്രം ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് പ്രകാശസ്വരൂപിയായ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നു. 5ാം മാസമായപ്പോൾ ധ്രുവൻ ശ്വാസം പോലും അടക്കിക്കൊണ്ട് ബ്രഹ്മതത്വത്തിൽ മനസ്സുറപ്പിച്ച് ഒറ്റക്കാലിൽ നിശ്ചലനായി നിന്നു. ശബ്ദാദി വിഷയങ്ങൾക്കും കാത് മുതലായ ഇന്ദ്രിയങ്ങൾക്കും ആധാരമായ മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഭഗവത് സ്വരൂപത്തിൽ ഉറപ്പിച്ചുകൊണ്ട് നിന്ന ധ്രുവൻ മറ്റൊന്നിനെയും അറിഞ്ഞില്ല. പഞ്ചഭൂതങ്ങൾ, അഹങ്കാരം, മഹത്തത്വം ഇവയ്ക്കു പോലും ആശ്രയമാണ് പ്രകൃതി. പ്രകൃതിയുടെ നിയന്താവായ പുരുഷനു പോലും ആശ്രയീഭൂതനായ സർവേശ്വരനെ ധ്രുവൻ ഹൃദയത്തിൽ ധാരണ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ആ തപസ്സിന്റെ തീവ്രത കൊണ്ട് 3 ലോകങ്ങളും വിറച്ചു. ആ രാജകുമാരൻ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്ത സമയത്ത് കാലിന്റെ പെരുവിരൽ കൊണ്ട് അമർത്തപ്പെട്ട ഭൂമി ആന കയറിയ ചങ്ങാടമെന്ന പോലെ ഇടത്തോട്ടും വലത്തോട്ടും ഇളകിമറിഞ്ഞു. ധ്രുവകുമാരൻ ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും അടക്കി വിശ്വസ്വരൂപിയായ ഭഗവാനെ തന്നിൽ നിന്ന് അഭിന്നമായി ധ്യാനിച്ചുകൊണ്ട് നിൽക്കെ ലോകപാലന്മാരുൾപ്പെടെയുള്ള ചരാചര ജീവികൾക്കെല്ലാം ശ്വാസതടസ്സം വല്ലാതെ അനുഭവപ്പെട്ടു. ദേവന്മാർ വൈകുണ്ഠത്തിൽ വെച്ച് ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ത്രൈലോക്യവാസികളെല്ലാം ശ്വാസോച്ഛ്വാസം ചെയ്യുവാൻ വല്ലാതെ വിഷമിക്കുന്നു. അവർക്ക് ശ്വാസരോധം അനുഭവപ്പെടുന്നു. അതിന് കാരണം മനസ്സിലാകുന്നില്ല. ഈ ദുഃഖത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണം. നിന്തിരുവടിയെ ഞങ്ങൾ സർവാത്മന ആശ്രയിക്കുന്നു. ഭഗവാൻ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉത്താനപാദ മഹാരാജാവിന്റെ പുത്രനായ ധ്രുവൻ പ്രാണനെ അടക്കി മനസ്സ് എന്നിൽ ഉറപ്പിച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനാലാണ് നിങ്ങൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നത്. വിഷമിക്കേണ്ട. ആ ബാലനെ ഞാൻ ഉടൻ തന്നെ തപസ്സിൽ നിന്ന് നിവർത്തിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ സമാധാനമായിട്ട് ദേവന്മാരെ വിടുന്നു.
ഇനിയും ഭഗവാൻ ധ്രുവൻ എന്ന് പറയുന്ന ആ പിഞ്ചു പൈതലിന്റെ മുന്നിൽ, അവന്റെ കഠിന തപസ്സിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് അടുത്ത അധ്യായം നമ്മൾ വിവരിക്കുന്നത്. അത് ധ്രുവസ്തുതിയാണ്. ധ്രുവചരിതം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ധ്രുവൻ ഈ ശ്രീമദ് ഭാഗവതത്തിൽ ഭക്തി സമ്പന്നമായ ഒരു ചരിതമാണ് നമുക്ക് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഈ ഭാഗവത ധർമ്മം, ഭാഗവതമാകുന്ന ഈ രസം കോരി കുടിച്ചുകൊണ്ട് ഓരോ ഹൃദയവും ആനന്ദത്തിൽ ലയിക്കുവാൻ സർവാത്മന ഭഗവാൻ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരേ ഗോവിന്ദ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.